കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിൽ ഉന്നയിക്കുന്ന ഒരു സബ്മിഷൻ ഞാൻ കേട്ടത്. അത് കോഴിക്കോട് ജില്ലയിലെ ഒരു ദേശീയപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിഷയമാണ്. അത് വെങ്കളം അഴിയൂർ ദേശീയപാതയാണ്. ആ ദേശീയപാത പദ്ധതിക്കായിട്ട് 1800 കോടി രൂപയ്ക്കാണ് ആ പദ്ധതി അദാനിക്ക് ടെൻഡർ കൊടുത്തത്. 1800 കോടി രൂപയ്ക്കാണ് ആ ദേശീയപാത പദ്ധതി അദാനിക്ക് ടെൻഡർ കൊടുത്തത്. ആ പദ്ധതി 971 കോടി രൂപയ്ക്ക് അദാനി സബ് ടെൻഡർ കൊടുത്തു. അതായത് അദാനി ടെൻഡർ എടുത്ത പദ്ധതി 971 കോടി രൂപയ്ക്ക് മറ്റ് കമ്പനികൾക്ക് സബ് ടെൻഡർ കൊടുത്തു. ഒരു പണിയും ചെയ്യാതെ വെറും ഒരു പേപ്പർ വർക്ക് മാത്രം നടത്തി 1000 കോടി രൂപയാണ് അദാനിയുടെ കൈകളിലേക്ക് എത്തിയത്. ആരാണ് ഇവിടെ ചോദിക്കാൻ? ഇതാണ് ഇവിടുത്തെ സാഹചര്യം. അപ്പോൾ ഈ രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്താൽ സംസ്ഥാനങ്ങൾക്ക് മേൽ ഇത്തരം പദ്ധതികൾ അടിച്ചേൽപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു. അപ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ പ്രതിരോധങ്ങൾക്ക് കരുത്തില്ലാതെ പോകുന്നു എന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ തന്നെ ദേശീയ പ്രക്ഷോഭം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടികളും യോജിച്ചൊക്കെ തന്നെ വലിയ ദേശീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും എന്ന് പറയുന്നുണ്ട്. ഏതായാലും തീക്കൊള്ളി കൊണ്ടാണ് കേന്ദ്ര സർക്കാർ കളിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട്